ജീവിതവും മരണവും അനന്തപ്രപഞ്ചത്തിലെ വിശിഷ്ടത നിറഞ്ഞ സൃഷ്ടിയാണ് മനുഷ്യൻ. അതിരില്ലാത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായാണ് മനുഷ്യൻ്റെ ജീവിത സഞ്ചാരം. ജീവിത നിർണയത്തിനൊപ്പം തന്നെ അവനിലൊരു മരണവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് സുനിശ്ചിതമാണ്. എന്നാൽ അത് എപ്പോൾ, എവിടെയെന്ന് ഒരാൾക്കും പ്രവചിക്കാനും കഴിയില്ല. ജീവിതമാധുര്യം നുണഞ്ഞു തീരും മുമ്പേ ചിലർ മരണപ്പെടുന്നു. എല്ലാ അവസ്ഥാന്തരങ്ങളും പിന്നിട്ടിട്ടും ജീവിതയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നവരുമുണ്ട്. മരണത്തിനു പണക്കാരനെന്നോ പണിക്കാരനെന്നോ പദവിയുള്ളവനെന്നോ പ്രധാനപ്പെട്ട ആളെന്നോ എന്നൊന്നുമുള്ള പ്രസക്തിയില്ല. ദൈവീക വിളി എത്തിയാൽ അത് സംഭവിക്കും, അത് തീർച്ചയാണ്. ജീവിത നുരപതയിൽ ആസ്വദിച്ച് അനുഭവിച്ച വിധാനങ്ങളെല്ലാം അവശേഷിപ്പിച്ച് അവൻ യാത്രയാകും. ഓർക്കപ്പുറത്ത് നമ്മെ ഞെട്ടിക്കും, നമ്മെ സങ്കടപ്പെടുത്തും, നമ്മിലൊരു ദുഃഖക്കനലേകും. നമ്മെ വാരിപ്പുണർന്നവരാകുമവർ, നമ്മെ നെഞ്ചേറ്റിയവരാകുമവർ. അത്തരം കാരണങ്ങളൊന്നും മരണത്തിനു മുന്നിൽ തടസ്സമല്ല. ഓരോരുത്തരുടെയും അവധിയെത്തിയാൽ വിടവാങ്ങും. ഭൗതിക ജീവിതത്തിലെ അനുഭവേദ്യങ്ങളെല്ലാം ബാക്കി നിൽക്കും. 3 തുണി മുണ്ടിൽ മാത്രം ഒതുങ്ങും അവസാനം. ജീവിത പളപളപ്പിൽ ഉന്നത സങ്കേതങ്ങൾ അവന് വേണ്ടി പണിതു വെച്ചിട്ടുണ്ടാകണം. സുന്ദര സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളുമെല്ലാം ഏതൊരു മനുഷ്യൻ്റെയും അഭിലാഷമാണ്. നാം നനച്ചതല്ല, ദൈവം ഗണിച്ചു വെച്ചിട്ടുള്ളത്. മണ്ണിനാണ് മനുഷ്യൻ്റെ പടയോട്ടം. എന്നാൽ അവസാനത്തെ ഓട്ടവും മണ്ണിലേക്ക് തന്നെയാണ്. ജീവിതകാലത്ത് നട്ടുനനച്ചുണ്ടാക്കിയ സുഹൃതങ്ങളാണ് ഓരോരുത്തരുടെയും അവസാനത്തെ വലിയ സ്വത്തായ സമ്പാദ്യമായി ബാക്കിയാവുക. നമ്മിലെ ജീവിത വർണ്ണങ്ങൾ നാം മരിച്ചുപോയാലും മിന്നിക്കൊണ്ടിരിക്കും. സമ്പാദിച്ചതെല്ലാം ഭൗതികതയിൽ ബാക്കിയാകും. പക്ഷേ പാരത്രിക ലോകത്ത് ഓരോരുത്തർക്കുമുള്ള സമ്പാദ്യം അവരവർ പ്രവർത്തിച്ച നന്മകൾ മാത്രമാണ്. ജീവിതകാലത്ത് പരസ്പരം തർക്കിക്കും. അവരുടെ ഹൃദയത്തിൽ ഒന്നും ബാക്കി വെക്കാതെ എല്ലാം കണിശമായി ഉരിയാടും. തർക്കിക്കുന്നവരിൽ ഹൃദയമായ്പ് ഉണ്ടാകും. ആരുമറിയാത്ത ഒരിഷ്ടമോ സ്നേഹമോ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. പ്രിയം കരകവിഞ്ഞൊഴുകുമ്പോഴാണ് തർക്കങ്ങൾ പിറന്നു വരുന്നത്. നമ്മെ നോക്കാത്തവരോട് നാം മിണ്ടാൻ പോകാറില്ലല്ലോ. തർക്കവും പിണക്കവുമെല്ലാം ധ്വനിച്ചു വരുന്നത് അവരവരുടെ ഉൾഘടകത്തിൽ ഒരു സ്നേഹപ്രഭ തെളിഞ്ഞു വരാനുള്ളത് കൊണ്ട് മാത്രമാണ്. ജീവിക്കുമ്പോൾ നാം ജീവിതത്തിനു വേണ്ടി പോരാടും. പക്ഷേ മരണമെന്ന സത്യം അതിനിടയിൽ നാം മറന്നുപോകും. ജീവിച്ചിരിപ്പുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. രചന സാഹിർ മാളിയേക്കൽ.